ഹായ് എവരി വൺ. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2ാം സെമസ്റ്ററിൽ ഉള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ പ്രോബ്ലം ആസ്പെക്റ്റുകൾ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ആസ്പെക്റ്റ് ക്ലിയർ ചെയ്യുക എന്നതാണ് ഈ ഒരു റിവിഷൻ സീരീസിന്റെ ഉദ്ദേശം. ഓരോ മൊഡ്യൂളിലെയും വ്യത്യസ്ത വീഡിയോസ് ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആണ് പലപ്പോഴും ബുദ്ധിമുട്ടാക്കുന്നത്. കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആണ്. തിയറി അവസാനം പ്രോബ്ലം ഡിസ്കസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. അതിലുള്ള കൺവേർഷൻ മെത്തേഡിലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് മെത്തേഡിലെ കാൽക്കുലേഷൻ, പ്രോഫിറ്റ് കാൽക്കുലേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താണ്? 2 വർഷങ്ങളിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത 2 പീരീഡിലുള്ള ക്യാപിറ്റൽ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ലാഭം എത്രയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സിൽ ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ ചെയ്യുന്ന രീതി. അതിനു വേണ്ടിയിട്ട് വർഷ അവസാനമുള്ള ക്യാപിറ്റൽ എടുക്കുക. അതിൽ നിന്ന് ഓണർ എന്തെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചതിലേക്ക് ആഡ് ബാക്ക് ചെയ്യാം. അപ്പൊ യഥാർത്ഥത്തിലുള്ള വർഷത്തിന്റെ അവസാനത്തിലുള്ള ക്യാപിറ്റൽ കിട്ടും. അതായത് ഓണർ എടുക്കാത്ത ആ എമൗണ്ട് ആണ് യഥാർത്ഥ ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഇതിനു വേണ്ടി കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം ഓണർ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം അതൊന്ന് കുറക്കുക. അപ്പൊ ഇതെത്രേ ഉള്ളൂ. ഓണർ ഒരു 100 രൂപ കൊണ്ടുവന്നു, വർഷാവസാനം ഓണർ ഒരു 150 രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വർഷാവസാനം 150 രൂപ, അതിൽ നിന്നും എന്താണോ ഓണർ കൊണ്ടുവന്നത് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എമൗണ്ട് പ്രോഫിറ്റ് എന്ന് ഏറ്റവും സിമ്പിൾ കാൽക്കുലേഷൻ ആണ് ഈ ഒരു കൺവേർഷൻ മെത്തേഡ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് മെത്തേഡ് പ്രകാരം നമ്മൾ ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പോൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യാപിറ്റൽ അറ്റ് എൻഡ്, അതിലേക്ക് ഡ്രോയിങ്സ് ആഡ് ചെയ്യാം. എന്നിട്ട് ഓണർ കൊണ്ടുവന്ന ഓരോ എമൗണ്ടും, അത് വർഷത്തിന്റെ ആദ്യത്തിൽ തന്നെ കൊണ്ടുവന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ അതായത് ബിഗിനിങ്ങിൽ മുൻ വർഷങ്ങളിലുള്ള ബാലൻസ് ഇങ്ങനെ വന്ന എമൗണ്ട് അത് കുറക്കുക. അതേപോലെ തന്നെ വർഷത്തിന് ഇടയിൽ എപ്പോഴെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും കുറക്കുക. അപ്പൊ ഈ വർഷം ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രീതിയിൽ കമ്പയർ ചെയ്തിട്ട് വ്യത്യസ്ത പീരീഡിലുള്ള പ്രോഫിറ്റ് കമ്പയർ ചെയ്തിട്ട് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് മെത്തേഡ് പ്രകാരം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള 2020 ഒരു ഏപ്രിൽ മാസം നടന്നിട്ടുള്ള എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലുള്ള ഡാറ്റ നോക്കുക. ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ലോസ് ഫ്രം ദ ഇൻഫർമേഷൻ. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, കറന്റ് ഇയർ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദ ഇയർ. ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. നമ്മുടെ അടുത്തുള്ള നേരത്തെ ഉള്ള ആ ഒരു ഫോർമാറ്റിൽ ഏതൊക്കെ എമൗണ്ട് അതുപോലെ ഫിറ്റ് ചെയ്താൽ മതി. അപ്പൊ ഓപ്പണിംഗ് ക്യാപിറ്റൽ അവിടെ ഉണ്ട്, അതിൽ ആദ്യം കൊണ്ട് എഴുതുക. ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതുക. എല്ലാ തന്ന ഡാറ്റകളൊക്കെ അതത് സ്ഥലങ്ങളിൽ ഫിറ്റ് ചെയ്യുക. ശേഷം നമുക്ക് കാൽക്കുലേഷൻ ചെയ്താൽ മതി. നോക്കാം നമുക്ക് ആൻസർ. ഇതാണ് ആ ഒരു ഫോർമാറ്റ്. അതിലേക്ക് കൊണ്ടുവരിക. ആദ്യം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് എന്താണ്? ബിഗിനിങ്ങിലെ ക്യാപിറ്റൽ. അപ്പൊ അത് ആ സ്ഥലത്ത് എഴുതി വെക്കുക. ശേഷം എൻഡിലെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അത് അവിടെ എഴുതുക. ഡ്രോയിങ്സ് ആണ് പിന്നെ ക്വസ്റ്റ്യനിൽ ഉള്ളത്, അത് നമ്മൾ അവിടെ കൊടുത്തു. പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റലിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അതും കൊടുത്തു. ഫൈനലി നമുക്ക് കിട്ടുന്ന കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. 80,000 ബാലൻസ് ഉണ്ടായിരുന്നു, ഓണർ എടുത്തുകൊണ്ടത് തിരിച്ചിവിടെ വെച്ചു. വെക്കുക മീൻസ് വെച്ചതായി നമ്മൾ സങ്കല്പിക്കുക. അപ്പൊ 1,40,40,000 രൂപ ഉണ്ട്. ഓണർ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് ആ എമൗണ്ടുകൾ രണ്ടും ലെസ് ചെയ്തു, ബാലൻസ് കിട്ടിയതാണ് ഈ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 60,000 രൂപ ഓണർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ലാസ്റ്റ് ഓണർ ഉണ്ടാക്കിയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് എത്ര? 1,40 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 80,000. അത്രയാണ്. ഓക്കെ, ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ 2021 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെയിം പാറ്റേൺ തന്നെ. ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ്. ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് തന്നിട്ടുണ്ട്, വിഡ്രോവൽ തന്നിട്ടുണ്ട്, അഡീഷണലും തന്നിട്ടുണ്ട്. ഇത്രയും ഡാറ്റ നമുക്കുള്ളൂ. ഇത് വായിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് കറക്റ്റ് ഏരിയകളിൽ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്തൊക്കെയാണ് ഡാറ്റ ഉള്ളത്? നമുക്ക് തന്ന എല്ലാ ഡാറ്റകളും കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? എന്താണ് ഈ ഒരു വർഷം പ്രോഫിറ്റ് ഉണ്ടാക്കിയത്? വളരെ സിമ്പിൾ ആണ്. വളരെ പവർഫുൾ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ 3 മാർക്ക് എക്സാമിൽ പുഷ്പം പോലെ എടുത്തു പോകാൻ പറ്റും. തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.